ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കേവലം 3 ദിവസവും 12 മണിക്കൂറും മാത്രമാണ് ഇനിയിപ്പോൾ വേൾഡ് കപ്പിന് വേണ്ടി അവശേഷിക്കുന്നത്. എന്നാൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പ്രമുഖ മാധ്യമമായ ദി അത്ലറ്റിക് FC ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വേൾഡ് കപ്പിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഇംഗ്ലണ്ട് ടീമിൻ്റെ ക്യാമ്പിനടുത്ത് ഒരു വെടിവെപ്പ് നടന്നു എന്നാണ് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അമേരിക്കയിലെ കൻസാസ് സിറ്റിയിലാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ക്യാമ്പ് ഉള്ളത്. അവിടെയാണ് അവരുടെ ഒരുക്കങ്ങൾ നടക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്താണ് വെടിവെപ്പ് നടന്നിട്ടുള്ളത്. 9 ആളുകൾക്ക് പരിക്കേറ്റു എന്നാണ് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് തീർത്തും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. വേൾഡ് കപ്പ് പോലെയുള്ള ഒരു വലിയ വേദിക്കിടെ ഇത്തരത്തിലുള്ള വെടിവെപ്പുകൾ അത് തീർത്തും ആശങ്കാവഹമാണ്. താരങ്ങളുടെയും മറ്റുള്ളവരുടെയും സുരക്ഷ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനിടെ ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തേക്ക് വന്നത് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും 9 പേർക്ക് പരിക്കേറ്റു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു സൗഹൃദ മത്സരം അവർ കളിച്ചു കഴിഞ്ഞു. അതിൽ വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കോസ്റ്റാറിക്കെതിരെ ഒരു സൗഹൃദ മത്സരം അവരെ കാത്തിരിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ക്രൊയേഷ്യ, ഗാന, പനാമ എന്നിവരാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ എതിരാളികളായി കൊണ്ടുവരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.